മനാഫ്, ഇപ്പൊ ലോറിയുടെ ഒരു പാർട്സ് ജാക്കി കിട്ടിയെന്ന വാർത്ത പുറത്തുണ്ട്. അത് അർജുൻ ഒട്ടിച്ച ലോറിയുടെ ആണോ? അതെ അതെ ഓക്കെ. അതെ. എവിടെന്നാ കിട്ടണത് ഇത്? അത് നമ്മളെ ഒരു ചായക്കട ഉണ്ടല്ലോ, ആ ലക്ഷ്മൺ നായക്കിന്റെ ആ ചായക്കട, ആ അതിന്റെ ബാക്ക് സൈഡ് ആയിട്ട്. ബാക്ക് സൈഡ്. അപ്പൊ അവിടെ ആരാ കണ്ടെടുത്തത് കരയില ഈ സാധനം? കരയിലാണ്. ഇത് ആ, ഇത് പുഴ ചേരുന്ന ഭാഗം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. ആരാ കണ്ടെടുത്തത്? ഒക്കെ ഈശ്വർ മൽപ്പ 3 പാർട്സ് കിട്ടി നമുക്ക്. മൂന്ന് അതില് ഏതൊക്കെയാണ്? ജാക്കിയും ജാക്കി കിട്ടി, നമ്മളതാണ്. ബാക്കി ടാങ്കർ ലോറിന്റെ 2. ഈ ടാങ്കർ ലോറിനെ പറ്റിയിട്ട് ആരോടും മിണ്ടിയിട്ടില്ലേ. ഹലോ, അതെ അതെ. ഈ ടാങ്കർ ലോറി നിങ്ങൾ ഏതെങ്കിലും ന്യൂസിൽ കേട്ടിരുന്നോ? ഇങ്ങനെ ഇല്ല ഒരു ടാങ്കർ ലോറി ഇല്ല ഇല്ല. ഇനി പലതും പുറത്തേക്ക് വരാണ്ട് ഓക്കെ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഒരു ദുരൂഹത മനാഫ് ആദ്യം പറഞ്ഞതുപോലെ എന്തോ നടക്കുന്നുണ്ട് ഇതിൽ. നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒക്കെ നമ്മൾ പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതെ അതെ. അതായത് ഈ തെരച്ചിൽ നിർത്തിവെച്ചപ്പോ തൊട്ടേ ദുരൂഹത ഉണ്ടായിരുന്നു. അതെ, മൊത്തത്തിൽ ഇന്ന് 3 മണി വരെ ദുരൂഹത തന്നെ. അത്ഭുതം. അത്ഭുതമാണ്. ഇത്രയും നല്ല കാലാവസ്ഥ ഉണ്ടായിട്ട് ഇന്നലെ എന്താ പറഞ്ഞത്? മറ്റേ ഒന്നാമത് ഇവിടുത്തെ ഡിസ്ട്രിക്ട് അതോറിറ്റി പറയുന്ന മാതിരിയാണല്ലോ ബാംഗ്ലൂർ നിൽക്കുന്ന നേതാക്കന്മാർക്ക് അറിയാൻ പറ്റുക. അതെ അതെ. ഞാൻ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വാർത്ത കേൾക്കുന്നത് ഭയങ്കര കുത്തൊഴുക്കാണ്, ഭയങ്കര ഡേഞ്ചറിലാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ. ആ, പുഴക്കന്നെ അറിയില്ല എങ്ങോട്ടാ ഒഴുകേണ്ടിയെന്ന്. ആ രീതിയിലാണ് നിൽക്കുന്നത് പുഴ. ഹലോ, ഒരു ഒഴുക്കുമില്ല. ഇപ്പൊ ഈ ഈശ്വർ മൽപ്പ വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ആദ്യം എന്താ പറഞ്ഞ, അടിയിൽ വരെ, അടിത്തട്ടിൽ വരെ കൃത്യമായി കാണുന്നുണ്ട്. അതെ അതെ. അപ്പൊ എന്തായാലും നാളത്തെ തെരച്ചിലിൽ നമുക്ക് നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരും, ഉറപ്പാണ്. അതെ അതെ അതെ. ഇതിന് എന്താ ആ ഒരു മനുഷ്യൻ മാത്രം ഇറങ്ങിയിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയും വലിയ പുഴ അരിച്ചു പെറുക്കുക പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. കൂടുതൽ ആളുകൾ ഈശ്വർ മൽപ്പ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതിനെ ഓരോ തടയാതെ നിന്നാ മതി, ഓരോ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ നിന്നാ മതി. മതിയല്ലേ? ഇപ്പൊ ഈ കണ്ടത് ജാക്കി മനാഫ് ഉറപ്പിച്ചിരിക്കുകയാണ് അത് അർജുൻ ഒട്ടിച്ച് ലോറിയുടെ തന്നെയാണെന്ന്. ഞമ്മക്കറിയണല്ലോ, നമ്മളെ വണ്ടിയിൽ എന്ത് സാധനങ്ങൾ നമ്മൾ കൊടുത്തിരുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കുമല്ലോ. ഒക്കെ നമുക്ക് ഈ ആ ജാക്കി മാത്രല്ല, ഇപ്പൊ നമ്മൾ ലോറി പ്രസ്ഥാനമായിട്ട് കുറച്ചായി നടക്കുന്നതാണ്. ഓരോ പാർട്സും എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇത് ഏത് വണ്ടിന്റെ ആണ്, ഏത് ഭാഗത്ത് വരുന്നതാണ്, നമുക്കറിയാം. ചെറുപ്പം മുതലേ നമുക്ക് ലോറി ഉള്ളതാ. ഈ ജാക്കി കണ്ടെത്തിയപ്പോൾ അവിടുത്തെ കർണാടക സർക്കാരിന്റെ നേതാക്കൾ എല്ലാരും മുഖമൊക്കെ മാറി. നല്ല രസമുണ്ട് കാണാന്. മറുപടി ഒന്നും ഇല്ല അവർക്ക് പറയാൻ. ഇനി ആർക്കും ഒന്നും പറയാൻ കഴിയും? ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയട്ടെ. ഇനി എന്താ ചെയ്യേണ്ടത്? പക്ഷെ ഇതിന്റെ ഇടയിലുള്ള മെയിൻ കാര്യം എന്താ പറഞ്ഞാൽ, ഇനിയിപ്പോ ലോറി കണ്ടുപിടിച്ച് പോയാല് ഈ ലോറിനെ ഒരു ജാക്കി വെച്ച് ലോറി കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടില്ല. ഞാൻ പറയാണ്, ഫ്യൂച്ചറിൽ ഈ ലോറി കണ്ടുപിടിച്ചാൽ തന്നെ ആ ലോറി വലിച്ച് എടുക്കാനോ, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള കുറച്ച് മരങ്ങളുണ്ട്, വലിയ ആൽമരമൊക്കെ ഉണ്ട്. ഈ ആൽമരം വലിക്കണമെങ്കിൽ ഒരു ക്രെയിൻ വേണമല്ലോ. നമുക്ക് ക്രെയിൻ ഉള്ളതിനോണ്ട് എനിക്ക് ഈ ക്രെയിനിന്റെ പണി അറിയുന്നതിനോട് പറയാണ്, ഇത് വലിക്കാനുള്ള ഒരു സ്ഥലം പോലും ഇവര് ഇവിടെ ബാക്കി വെച്ചിട്ടില്ല. എല്ലാം മറ്റേ പെർമനന്റ് ആയിട്ട് നമ്മളെ ഹൈവേകളിൽ കാണില്ലേ, ഒരു ഇരുമ്പിന്റെ ഇതിനെ കൊണ്ട് സൈഡൊക്കെ ബോർഡറൊക്കെ വെച്ച് കഴിഞ്ഞ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവർക്ക് തെരച്ചിൽ തുടരും എന്ന് ഇവരൊരിക്കലും വിചാരിച്ചില്ല. അതെ, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് ഇലക്ട്രിക് ലൈനൊക്കെ വലിച്ചു കഴിഞ്ഞു. ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞു, CCTV വെച്ച് എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പിന്നെ അത് മാത്രമല്ല, എല്ലാരും വയനാട് ദുരന്തത്തിന്റെ ഇതിലായിട്ട് അങ്ങനെ അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇന്ന് ഈ ലോറിയുടെ സ്പെയർ പാർട്സ് ജാക്കി കിട്ടിയത് കർണാടക വൻ തിരിച്ചടിയാണ്. ഇതിന് എതിര് നിന്ന ആളുകൾക്ക് കർണാടകക്ക് എന്ന് പറയാൻ പറ്റില്ല. കർണാടകനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇതിന് തെരച്ചിലിന്റെ തടസ്സം നിൽക്കണം എന്തായാലും കുറെ ആളുകൾ. ആ ആളുകൾക്ക് ഇതിപ്പോ വൻ തിരിച്ചടിയായിരിക്കും. നാളെ അതേമാതിരി തന്നെ ഈ സാധാരണക്കാരായ ഈശ്വർ മൽപ്പനെ പോലത്തെ ആളുകളും ഇറങ്ങാൻ ഇനി പുതിയ എന്തെങ്കിലും തടസ്സങ്ങൾ ഇവിടുത്തെ കാര്യം ഈശ്വർ മാൽപ്പ എന്ന് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും 1 മണിക്കൂർ ആകെ ഇറങ്ങിയിട്ടുള്ളൂ. 1 മണിക്കൂർ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, അതായത് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള? അതെ അതെ അതെ, 100%. രാവിലെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ ഇനിയോ. ഇവിടുത്തെ സതീഷ് MLA വന്നിട്ട് ധൈര്യം കൊടുത്തിട്ട് ഈ വാ അങ്ങോട്ടേക്ക് വാ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യത്തിന്റെ പുറത്താണ് അയാൾ ഇവിടെ വന്ന് ഇറങ്ങിയത്. അയാൾക്ക് നേരിട്ടിട്ട് വിളിച്ചു പറഞ്ഞതാണ് വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നുള്ളത്.
അതൊക്കെ ഇപ്പം മാറി. ഇനി ഇവർക്ക് ഇതിനൊരു ഉത്തരം നമുക്ക് കണ്ടെത്തിയാൽ മതി. അത് ചില കേസുകൾ എന്താ പറഞ്ഞാല് എത്ര ആര് മൂടി വെച്ചാലും ആര് ദ്രോഹിച്ചാലും പല വ്യാജ വാർത്തകള് സത്യം എന്തായാലും പുറത്തു വരും. ഈ സത്യം എന്തായാലും പുറത്തു വരും ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു അനുഭവമായി. കാരണം ഞാൻ അതിന് മാത്രം അനുഭവിച്ചിരിക്കുന്നു ഈ വിഷയത്തില്. ഇതിന് പിന്നിൽ നിന്നതിന് ലോറി കിട്ടാനാണ്. ഹലോ, ഇന്റെ ലോറി കിട്ടാനുള്ള ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇന്റെ ലോറി കിട്ടാനുള്ള സാധനമൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ലോറി അവിടെ ഉണ്ടെന്ന് എനിക്ക് ലോറിന്റെ ഒരു വിഷയമല്ല. ലോറി 10 ലോറി ഇനിയും അധ്വാനിച്ചാ വാങ്ങാൻ പറ്റും. പക്ഷെ ഈ ദുരൂഹത പുറത്തു വരണോ. അതും മാത്രല്ല, ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അർജുനും കൊണ്ട് വീട്ടിൽ പോകണം. അത് എങ്ങനെ ആയാലും വേണ്ടില്ല. അത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ മതിയേനു എന്നുള്ള. എനിക്കും കുടുംബം ഉള്ളതാണ്. ഞാനും ഒരു മാസമായിട്ട് എന്റെ കുടുംബത്തിനെ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. പോണം. മറ്റൊരു ഇന്ന് 1 മണിക്കൂർ തെരച്ചിൽ നടത്തിയപ്പോൾ ഈശ്വരന്മാർ 1 മണിക്കൂർ മാത്രം ഇറങ്ങിയപ്പോൾ നമുക്ക് ജാക്കി കിട്ടിയത്. നാളെ രാവിലെ മുതൽ വീണ്ടും തെരച്ചിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് നിർണായക രേഖകൾ പുറത്തു വരും. തീർച്ചയായിട്ടും വരും.